വാട്സാപ്പിന് ഒരു ലോക്കൽ ചലഞ്ചർ, അതായത് ഒരു തദ്ദേശീയ എതിരാളിയെ തേടുന്ന ഇന്ത്യയുടെ ശ്രമങ്ങൾ അടുത്തിടെ നമ്മളെ എത്തിച്ചത് സോഹോയുടെ എരട്ടായി എന്ന ആപ്ലിക്കേഷനിലേക്കാണ്. സ്വദേശി ആപ്പുകൾ ഉപയോഗിക്കാൻ സർക്കാർ തന്നെ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചതോടെ എരട്ടായിക്ക് വലിയ ശ്രദ്ധയും നേടാനായി. ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിന് ആവശ്യമായ മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച ശക്തമായൊരു ആപ്പ്. വാട്സാപ്പിന് എതിരാളിയാകാനുള്ള കഴിവും എരട്ടായിക്കുണ്ട്. ഇങ്ങനെയാണെങ്കിലും എരട്ടായി ആപ്പിൽ നിലവിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രധാന കുറവുണ്ട്. ചാറ്റുകൾക്കുള്ള എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അഥവാ E2E സപ്പോർട്ട് ഇല്ല എന്നതാണ് ഈ ഒരു കുറവ്. വീഡിയോ വോയിസ് കോളുകൾക്ക് ഈ സുരക്ഷ ഉണ്ടെങ്കിലും ടെക്സ്റ്റ് ചാറ്റുകൾക്ക് ഇതില്ല. ഇന്റർനെറ്റിൽ ഈ വിഷയം ഒരു ചൂടുള്ള ചർച്ചാ വിഷയവുമാവുകയാണ്. ഇപ്പോൾ കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിലവിൽ ഇന്റേണലി ടെസ്റ്റ് ചെയ്തു വരികയാണെന്നും ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ചാറ്റുകൾക്ക് ഇത്ര പ്രധാനമാകുന്നത്? വാട്സാപ്പ്, സിഗ്നൽ പോലുള്ള ആപ്പുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ ഫീച്ചർ യഥാർത്ഥത്തിൽ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? നമുക്ക് വിശദാംശങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാം. ചാറ്റുകൾക്കായി E2E ഉണ്ടായിരിക്കുന്നതിന്റെ ഉദ്ദേശം ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. മെസ്സേജ് അയച്ച ആളുടെ ഡിവൈസിൽ സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുകയും മെസ്സേജ് സ്വീകരിക്കുന്ന ആളുടെ ഡിവൈസിൽ മാത്രം ഡീക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സുരക്ഷിത ആശയവിനിമയ രീതിയാണ് ഈ സാങ്കേതികവിദ്യ. ഈ ഒരു പ്രക്രിയ സർവീസ് പ്രൊവൈഡർ, ഹാക്കേഴ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടികൾ എന്നിവരുൾപ്പെടെ മറ്റാർക്കും സന്ദേശങ്ങൾ വായിക്കാൻ കഴിയാത്ത വിധത്തിലാക്കുന്നു. അയച്ച നിമിഷം മുതൽ സ്വീകരിക്കുന്നത് വരെ ഡേറ്റ പരിരക്ഷിക്കപ്പെടുന്നുവെന്ന് E2E ഉറപ്പാക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾ വാട്സാപ്പിൽ അയക്കുന്ന ഏതൊരു ചാറ്റും അല്ലെങ്കിൽ മെസ്സേജും സ്വീകരിക്കുന്നയാൾക്ക് മാത്രമേ വായിക്കാൻ കഴിയൂ എന്നതാണ്. വാട്സാപ്പിനോ അതിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്കോ പോലും സന്ദേശങ്ങളുടെ ഉള്ളടക്കം വായിക്കാൻ സാധിക്കില്ല. എൻക്രിപ്റ്റ് ചെയ്ത ഉള്ളടക്കം നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ടെക്സ്റ്റ് ആയിരിക്കും. സന്ദേശം കൈമാറ്റം ചെയ്യുന്ന സമയത്തും അത് അതേ നിലയിൽ തന്നെ തുടരുന്നു. കൂടാതെ സന്ദേശം സ്വീകരിക്കുന്ന ആളുടെ ഫോണിൽ എത്തുമ്പോൾ ഉപകരണങ്ങൾ ഒരു കീ പങ്കിടുന്നു. ഈ ഉള്ളടക്കം ഡീക്രിപ്റ്റ് ചെയ്യുകയും അവർക്ക് വായിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതാണ് E2Eയുടെ അടിസ്ഥാന ആശയം. ഇനി എന്തുകൊണ്ടാണ് ചാറ്റുകൾക്ക് E2E ഒഴിച്ചുകൂടാനാവാത്തത്? പ്ലാറ്റ്ഫോമുകളെ വിശ്വസനീയവും അതുപോലെ സുരക്ഷിതവുമാക്കുന്നത് ഈ രൂപത്തിലുള്ള സുരക്ഷയാണ്. എരട്ടായുടെ കേസിൽ ചാറ്റുകൾക്ക് ഈ സംരക്ഷണമില്ല, എന്നാൽ അതിന്റെ ഉപയോക്താക്കൾക്ക് എൻക്രിപ്റ്റ് ചെയ്ത കോളുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. E2Eയുടെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ എരട്ടായി വഴി അയക്കുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമല്ലെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആർക്കൊക്കെയാകും ഇത് വായിക്കാൻ സാധിക്കുക? ഒന്ന്, സർവീസ് പ്രൊവൈഡർമാർക്കാണ്, അതായത് ആപ്പ് നൽകുന്ന കമ്പനി. E2E ഇല്ലാത്തപ്പോൾ സന്ദേശം എൻക്രിപ്റ്റ് ചെയ്യാതെ അവരുടെ സെർവറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ സോഹോയ്ക്ക് സാങ്കേതികമായി സന്ദേശങ്ങൾ ആക്സസ് ചെയ്യാനും വായിക്കാനും സാധിക്കും. ഇനി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടുന്ന ട്രാൻസിറ്റ് സ്റ്റേജിൽ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് അവ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞാൽ സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യാത്തതിനാൽ തന്നെ അവർക്ക് അതിന്റെ ഉള്ളടക്കം വായിക്കാൻ സാധിക്കും. ഇത് വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക്, പ്രൈവസിക്ക് ഗുരുതരമായ ഭീഷണിയാകുന്നു. ഗവൺമെന്റ് അതോറിറ്റീസിന് സന്ദേശങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇതൊരു ആശങ്കയായി മാറുന്നു. അതുകൊണ്ടാണ് വിവരങ്ങൾ ചോർന്നു പോയേക്കാമെന്ന ഭയം കൂടാതെ പത്രപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, സാധാരണക്കാർ എന്നിങ്ങനെ എല്ലാവരും സിഗ്നൽ പോലുള്ള E2E അധിഷ്ഠിത ആപ്പുകളെ ആശ്രയിക്കുന്നത്. 2021 എരട്ടായി പുറത്തിറക്കിയപ്പോൾ സോഹോ സ്ഥാപകൻ ശ്രീധർ വെമ്പുവിന് ചാറ്റുകൾക്ക് E2Eയുടെ ആവശ്യം അത്രത്തോളം തോന്നിയിരുന്നില്ല. ഒരുപക്ഷെ ഒരു തദ്ദേശീയ ബിസിനസ് ചാറ്റ് ടൂൾ എന്ന നിലയിലായിരിക്കാം അന്നത്തെ സമീപനം. എന്നാൽ ഇന്ന് പ്ലാറ്റ്ഫോമിന് ലഭിക്കുന്ന പ്രാധാന്യം പരിഗണിക്കുമ്പോൾ E2E എത്രയും വേഗം കൊണ്ടുവരേണ്ടത് വളരെ നിർണായകമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിയമനിർവഹണ ഏജൻസികൾക്ക് ഒരു ബാക്ക് ഡോർ നൽകുന്നതിനായി E2Eയുടെ നിലവാരം കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ്. അതായത് സന്ദേശങ്ങൾ വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം. എന്നാൽ വാട്സാപ്പും മറ്റ് പ്രൈവസി വിദഗ്ധരും ഈ മാറ്റങ്ങൾക്ക് വ്യക്തമായി എതിരാണ്. അത്തരം നിയമങ്ങൾ നടപ്പിലാക്കിയാൽ ആ പ്രദേശങ്ങളിൽ പ്രവർത്തനം നിർത്തേണ്ടി വരുമെന്ന് വരെ അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു സ്വദേശി ആപ്പ് എന്ന നിലയിൽ എരട്ടായിക്ക് ഇത് പ്രധാനമാണ്. ഇന്ത്യൻ പൗരന്മാരുടെ ഡേറ്റ രാജ്യത്തിനകത്ത് തന്നെ സൂക്ഷിക്കുന്നു എന്നത് പ്രശംസനീയമാണ്. എന്നാൽ സുരക്ഷ എന്നാൽ ഡേറ്റ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനേക്കാൾ ആർക്കൊക്കെ അത് കാണാൻ കഴിയുമെന്നതിലാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു ഇന്ത്യൻ ആപ്പ് എന്ന നിലയിൽ അതിന്റെ ഉപയോക്താക്കളുടെ സ്വകാര്യത ആഗോളതലത്തിൽ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ളതായിരിക്കണം. എരട്ടായി അതിന്റെ ഉപയോക്താക്കളുടെ വിശ്വാസം നേടാൻ ശ്രമിക്കുമ്പോൾ ആ വിശ്വാസ്യതയുടെ അടിത്തറ E2E ആണ്. നിയമനിർവഹണ ഏജൻസികളുടെ ആജ്ഞാനുസരണം മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്തതും പരിശോധിക്കാനും ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്നതുമായ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള എൻക്രിപ്ഷൻ എരട്ടായിക്ക് ആവശ്യമാണ്. വാട്സാപ്പിനോ സിഗ്നലിനോ എതിരാളിയാകണമെങ്കിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലവാരം പുലർത്തണം.
എന്തായാലും എരട്ടായി ടീം E2E ഉടൻ അവതരിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം എത്രയും വേഗം പാലിക്കപ്പെടട്ടെ. പാലിക്കപ്പെടുന്നത് ഈ സ്വദേശി ആപ്പിന്റെ വിജയത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ ഡിജിറ്റൽ സ്വകാര്യതയുടെ ഭാവിക്കും അത്യാവശ്യമാണ്. E2E എന്നത് ഒരു അധിക ഫീച്ചർ അല്ല ശരിക്കും, അത് ആധുനിക കാലത്തെ ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിന്റെ നിലനിൽപ്പിനുള്ള ഒരു ആവശ്യകതയാണ്. പ്രൈവസി എന്നത് ഒരു അവകാശമാണ്, അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം.